ഉത്തമേട്ടാ ഒരു തമാശക്ക് ഇങ്ങനെ അതെ, പണം വെച്ച് മുച്ചീട്ട് കളി, ഒന്നും രണ്ടും പറഞ്ഞ കത്തിക്കുത്ത്, കള്ളവാറ്റ്, വെറുതെ ഒരു രസത്തിന് വല്ലപ്പോഴും ഒരു ബലാസംഗം, പെൺവാണിഭം, ഇതൊക്കെയല്ലേ മണികണ്ഠ നമ്മുടെ നാട്ടിലെ തമാശകള് അല്ലടാ. നാട്ടുകാരുടെയും പോലീസിന്റെ ഒക്കെ തല്ലുകൊണ്ട് നീ 2-3 പ്രാവശ്യം വടക്കമല കയറിയതല്ലടാ. ഇനിയെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ചോടാ മണികണ്ഠ. കഷ്ടപ്പെട്ട് പഠിച്ച പണി അതിനേക്കാൾ ഏറെ കഷ്ടമാണ് എന്റെ ഉത്തമേട്ടാ. നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളെ പോലുള്ള പോക്കറ്റടിക്കാരെയാ. ജീവൻ പണയം വെച്ച് ഏതെങ്കിലും ബസ്സിനകത്ത് കുത്തിക്കയറി ഒന്ന് പോക്കറ്റടിക്കാന്ന് വെച്ചാലോ ആദ്യം കിട്ടുന്നത് ഒന്നെങ്കിൽ മരുന്നിന്റെ ചീട്ട്, അല്ലെങ്കിൽ ആഭരണം പണയം വെച്ചതിന്റെ രസീത്. കാഴ്ചയിൽ റിച്ചായ ആളുകളുടെ ആണെങ്കിലോ കിട്ടുന്നത് ഒന്നെങ്കിൽ മടങ്ങിയ ചെക്ക്, അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ്. എടാ, ലോക കാര്യങ്ങളെ കുറിച്ച് ഇത്രയും വിവരമുള്ള സ്ഥിതിക്ക് നീ ഒന്ന് ഇലക്ഷൻ നിൽക്കടാ. ജയിച്ചെങ്ങാനും വന്നാ നിന്റെ നാഭിക്കിടിച്ച പോലീസുകാരനെ നിനക്ക് നല്ല ഇടിപെട്ട് സല്യൂട്ടും തരും, നിനക്ക് കാവൽ നിൽക്കുകയും ചെയ്യും. അതുറപ്പാണ്. അതെ, ഇന്ന് ചന്തയിൽ 10 ആള് കൂടുന്ന ദിവസമാണ്. ഞാനിങ്ങനെ മുച്ചീട്ടുകളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ പോയിക്കോളാം. ഓ, ഉത്തമേട്ടനാകുമ്പോ ഒരു മനുഷ്യപ്പറ്റുണ്ട്. ദാ ഇതുപോലെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല, മുഴുവനും കൂടെ വാരിക്കൊണ്ടുപോകും. അതെ, ഇനി വേറെ വല്ല പോലീസുകാർ വരുവോ? ഇന്നിനി ഇങ്ങോട്ട് ആരും വരില്ല. പക്ഷെ രാവ് നല്ലതാണെന്ന് കരുതി വെളുക്കോളം കളിക്കൊന്നും വേണ്ട. ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ കളി നിർത്തി പൊക്കണം. ഉത്തമേട്ടാ, ഓ സുഖാണോ? പോലീസുകാർക്ക് എന്ത് സുഖം മക്കളെ. അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെന്താ, പിന്നെ ചിലര് ചോദിക്കും ഓണായാലും സംക്രാന്തി ആയാലും നിങ്ങൾക്ക് സുഖമല്ലേ എന്ന്. ഞങ്ങൾക്ക് എന്തോന്ന് സുഖം ഭഗവാനെ. ഹൈവേ, മോന്റെ പാസ്പോർട്ട് എൻക്വയറിക്ക് സ്റ്റേഷനിൽ നിന്ന് ആള് വന്നു പറഞ്ഞേക്കണം. മോനോട് സ്റ്റേഷൻ വരെ വരാൻ പറ. ശരി സാറേ, ചായ പറയട്ടെ. ബിരിയാണിക്കോ കുറച്ച് തീയെന്നേ. എന്റെ പൊന്നു മോനെ, ബീഡിയും സിഗരറ്റും കത്തിക്കാൻ ഇത് ഈ ഒഴിക്കല്ലേ? വല്ല ട്രാൻസ്പോർട്ട് ബസ് കത്തിക്കാനോ ഒരയ്ക്ക് തീ കഴിക്കാനോ ഒക്കെ ചോദിച്ചോ, അതിന് കുഴപ്പമില്ല. മനുഷ്യന്മാരെ തല കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന നാട്ടില് ബീഡിക്ക് തീ ചോദിക്കാൻ പാടില്ലെന്ന് ഓരോരോ നിയമങ്ങള്. പറഞ്ഞല്ലോ, ചോദിച്ചോക്ക്. എന്താ? അല്ല, ബീഡിക്ക് തീ കൊടുത്താൽ ഏതാ മോനെ വകുപ്പ്? അത് ഏകദേശം കൊലക്കുറ്റത്തിന് തുല്യമായിട്ട് വരും. വേറെ നിനക്ക് എന്തൊക്കെ വകുപ്പ് പറയണോടാ? ഒന്നും വേണ്ട, ഒന്നും അറിയണ്ട. ഓ, അല്ല, ആനക്കൊരു ചായ എടുക്കട്ടെ മോനെ. പാലിത്തിരി കൂടിയാലും മധുരം ഒട്ടും കുറയ്ക്കണം. പാൽക്കാരി പിടിച്ചേ ലോക്കപ്പിലിടും. പിന്നെ കെട്ടാൻ വരുന്ന സക്കീറെ വേറെ പെണ്ണ് കിട്ടും. അങ്ങനെ ഇപ്പൊ സക്കീറൊക്കെ വേറെ പെണ്ണ് കെട്ടാന്നും പോണില്ലേട്ടോ. തെക്ക് വടക്ക് നടക്കാണ്ട് നിങ്ങളുടെ കാര്യം വേഗം നോക്കി, ഇല്ലെങ്കിലേ നിങ്ങളുടെ മഞ്ചാടി കുരുല്ലേ ഓളെ അരിയിൽ കെട്ടിക്കൊണ്ടു മോളെ സൈനാജിന്ന് വേഗം പോയിട്ട് വാ. സക്കീറിന്റെ കാക്ക അടുത്ത മാസം ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. വന്നാലുടനെ കല്യാണം വേണമെന്നാ പറഞ്ഞേ. അതിന് കാശൊക്കെ ഒരുപാട് വേണ്ടി വരില്ലേക്കാ? നമ്മുടെ SI പരമേശ്വരൻ സാറൊക്കെ ഉള്ള സമയത്ത് ആ കുട്ടീന്റെ കല്യാണം വെച്ചാലേ നല്ലൊരു സംഖ്യ കയ്യെ കിട്ടിയായിരുന്നു. അതിന് നല്ലവരാരെയും അധിക കാലം ഇവിടെ നിൽക്കാൻ പുലിമുറ്റത്തുകാരെ സമ്മതിക്കില്ലല്ലോ. പുലിമുറ്റത്തെ സണ്ണിയും ഓന്റെ അനുസരണ ആറാൻ പറഞ്ഞ അലക്സിയും ഓലല്ലേ ഇവിടുത്തെ ഗവൺമെന്റും പോലീസും പട്ടാളവും കോടതിയൊക്കെ. റബ്ബേ, വല്ലാത്തൊരു പടപ്പുകള്. ആ തണ്ട തോമാച്ചനൊക്കെ നേരത്തെ പെട്ടി കയറി സ്ഥലം കാലിയാക്കി നന്നായി. ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. ഈശ്വരന്മാരായിട്ട് വലുതാക്കിയവരെ നമ്മളായി ചെറുതായി കണ്ടിട്ട് കുറ്റം വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്റെ പൊള്ളാച്ചി ചന്തയിൽ ഒരു മൂരി വന്നാലും പോയാലും സണ്ണിക്ക് കാശാത്രേ. വാഴുന്നവരല്ലേ. ചുരുക്കത്തില് ഞമ്മക്കിപ്പോ രസയില്ല. ഒരു മാസത്തിലധികമായല്ലോ കോഴിക്ക് പാസ്പോർട്ട് വരുന്ന പോലെ ഇതാ വരണു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എസ് ഐ ഇല്ലാന്ന് വെച്ചാൽ ഇവിടെ വല്ല കച്ചവടത്തിന് കുറവുണ്ടോ? ഒരു കുറവില്ല. ബാപ്പയില്ലാത്തപ്പോ സൂപ്പി മൂപ്പൻ അല്ലാണ്ടെന്താ. തമ്മിൽ തന്നെ 2 ഏടുമാരും അതിന്റെ ഇടയിൽ പള്ളിപ്പാതിരിയാ വേണ്ടിയിരുന്നൊരു പാവം ASI ചെറിയാൻ സാറും. അപ്പൊ പഴയ പറ്റത്രേ? 130 റുപ്യ. 130. ഇപ്പതാ ബീഡി, പഴം, സിഗരറ്റ്, പിന്നെ ഒരു ചായ എല്ലാം കൂടി ചേർത്തിട്ടേ പിന്നെ തരാം. മക്കള് പോയി കളി. പിന്നെ ഇങ്ങനെ വെപ്രാളം കണ്ട വെടിവെപ്പിന് പോവാണെന്ന് തോന്നുമല്ലോ. മനുഷ്യ എന്റേന്നൊന്ന് വാങ്ങിച്ചു പിടിക്കല്ലേ കേട്ടാ. പിന്നെ എടി ASI സ്ഥലത്തില്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിളിനാണ് ചാർജ്. ഏട്ടെന്നും പറയണ്ട് വേറൊരു തവണ ഇരിപ്പുണ്ടല്ലോ ആ മലബാർ കാക്ക. അതിന് നിങ്ങൾക്ക് എന്താ? എനിക്ക് എന്തായിരുന്ന എടി, ഇന്ന് ചന്ത ദിവസമാണ്. വല്ല 10 കാശ് കിട്ടാനുള്ളത് അവൻ ചെന്ന് ഫോൺ എടുത്ത് അവനല്ലേ എടി കിട്ടു. മര മോന്റെ എന്റെ കമ്പി ചേട്ടറി. ഓ, ഇതുകൊണ്ടങ്ങ് മിന്നിച്ചേക്കണേ. ഓ, നേരെ ഒന്ന് ശരിക്കും വെളുത്തോട്ടന്റെ ഇസ്മയിലേക്കാ. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു കുടി. മദ്യപാനമാണടാ മനസ്സിനോരാനന്ദം, അത് തുള്ളി തുള്ളി അകത്ത് ചെന്നാൽ സ്വർഗലോകമാണടാ സ്വർഗലോകമാണടാ. കള്ളുകുടിച്ച് മയ്യത്തായി ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ട് ചെന്നാലേ പടച്ചോൻ സ്വർഗത്തിലോട്ട് കയറ്റും ഇസ്മയിലേക്കാ.
ഹലോ വാ വാ പിള്ള സാർ എന്നെ എന്തേ അവർക്കാര് മൈക്ക് പെർമിഷൻ കൊടുത്തത്? ഓ ഞാനല്ലേ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇന്നത്തേക്ക് മൈക്ക് പെർമിഷൻ തന്നത്. പിന്നെ എങ്ങനെ അതേ സമയത്ത് ഇതേ അങ്ങാടിയിൽ അവരുടെ മീറ്റിംഗ് നടത്തും? വാ വാ ഞാൻ നല്ല ഇരിക്കട്ടെ. അതിനിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. മറ്റവർക്ക് മൈക്ക് പെർമിഷൻ കൊടുത്ത നമ്മളാ. നിന്റെ കൂടി ആര് പറഞ്ഞു കൊടുക്കാൻ? എന്റെ കൂടി ആരും പറയില്ല. വേണ്ട സർ പിടിക്കടോ. അതെ ഓസിന് പോണ പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിന് കിട്ടില്ല മോനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് 2 പാർട്ടിക്കാരുടെ പ്രസംഗം. കേട്ടു കേട്ടു, അങ്ങാടിയിൽ 2 കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ് എന്താ രസം, പൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലെയല്ലേ. വൈകുന്നേരമായ യുദ്ധക്കളാവും യുദ്ധക്കളം. കുത്തും കൊലയും കൊടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ, പിരിയാൻ ഇനി 1.5 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചു തന്നാ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ എറിയാനറിയാവുന്നതിൽ വടി തരൂല്ലോ. എന്നാ പിടിച്ചറാ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറ തൊപ്പി ഞൂരിത്ത എന്നിട്ടൊരു തോക്ക് കൊടുത്തുക. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി പട്ടാന്ന് വെടിവെച്ച് പണി ഞാൻ ഒപ്പിച്ചുതരാം. അത് ഞാനെടുത്ത് തരണ. നീ ആ തോക്ക് ഇങ്ങടുത്ത് എന്റെ നടുനിഞ്ച് നോക്കി ചറപ്പറാന്ന് 4-5 വെടി അങ്ങ് വെക്കടാ. സാർ തോക്കെടുക്കാൻ ഇതെടുത്താ കോട്ടേജ് കൊണ്ടുവച്ചേ. ഓ ഈ 2 ഹെഡ് കോൺസ്റ്റബിൾമാര് കൂടി ഒപ്പിച്ച കുലുമാലിന്ന് എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇന്ന് ഇത്ര കിട്ടിയുള്ളൂ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്നും മൂക്കീന്നും മാന്തിയതാടാ? അല്ല, ഇന്ന് ചന്ത ഹൗസ് ആയതുകൊണ്ട് പിള്ള സാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ, നീ ഇവിടുത്തെ ആരാ? അയ്യോ, അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. എടാ, ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിന് അവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്നാ. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ചെല്ലേ ചെല്ലേ. താറാമേ, എല്ലാ തവണത്തെ തെങ്ങിൻ തൈ പോലെ അല്ല ഇത്. മുറ്റത്ത് വെച്ചാ അപ്പ കാക്കും. അയ്യോ എന്നാ വേഗം കൊണ്ടുപോയി പുറത്തു വയ്ക്കേ. നിങ്ങളുടെ തലയിൽ എന്താ മനുഷ്യ? തൊപ്പി. ആ അതിന്റെ താഴെ എന്താന്നാ ചോദിച്ചത്? പിണ്ണാക്ക്. എന്താ? ഭരണിയിലെ കാര്യം പറഞ്ഞതാ. അതെ, കുറച്ചുകൂടെ കഴിയുമ്പോ ഈ തൊപ്പി അവരങ്ങോട്ട് ഊരി മേടിക്കും. പിന്നെ കേറി കിടക്കാൻ കോട്ടേഴ്സ് കാണില്ല. 20 സെന്റ് സ്ഥലമുള്ളത് 25 കിലോമീറ്റർ ദൂരെയാ. കണ്ണി കണ്ട തൈയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് വാടി ഉണങ്ങി പോവുകയും ചെയ്യും. ഉത്തമ, പെണ്ണ് പ്രായം തകഞ്ഞ് വരികയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടാ. എന്ത്? പെണ്ണ് പ്രായം തകഞ്ഞു വന്നു എന്നുള്ളത്. മനുഷ്യ, എന്താ? നിന്റെ വീട് പണി എവിടം വരെയായി? എന്റെ വീട് പണിയാ. നിങ്ങളുടെ അല്ല, ഇവന്റെ. പെയിന്റിങ്ങിന്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ വയനാട്ടിൽ നിന്ന് കൂപ്പിൽ ഏലത്തിനെടുത്തുണ്ട്. അത് കഴിഞ്ഞോണം മരപ്പണി തുടങ്ങാൻ. AC പണി കഴിഞ്ഞു. പിന്നെ ഫ്ലോറിങ്ങിന്റെ പണി തുടങ്ങാൻ നല്ല ഇറ്റാലിയൻ മാർബിൾ കിട്ടാനില്ല. ASI ചെറിയാൻ സാറിന് കേറി കിടക്കാൻ വീടില്ല. പിന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചായ കൊണ്ട് കൊടുക്കണം. എന്റെ കാര്യം ഒരു പൊരത്തറ കെട്ടിയിട്ടുണ്ട് ചേച്ചി. അത് തന്നെ വലിയ കാര്യം. അയ്യോ, നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? ഏയ് തുടങ്ങിട്ടേ ഉള്ളൂ. അമ്മോ, എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യാ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണന്നെ ഒരു ഉണ്ണാമൻ. പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാശ്. റോസിയ, ഇപ്രാവശ്യം 10ാം ക്ലാസ് ആണ്. പത്രത്തിൽ പടം വരുത്തിക്കണം. പടം വരും. ഇവിടെ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഓടി പോകുമ്പോ പടം വരും. അതൊന്നുമല്ല, അവൾക്ക് ഇപ്രാവശ്യം റാങ്ക അല്ലടി. എന്താ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇതിന്റെ അല്ലേ വിത്ത്? അതൊന്നുമല്ല, ഇപ്രാവശ്യം അവൾ അപ്പച്ചനെ ഞെട്ടിക്കും. എന്ത് കുമ്പളം കുത്തിട്ട? മേലുദ്യോഗസ്ഥനെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടാ. അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ വിചാരിക്കില്ല കേട്ടാ. കാണാതായ പെണ്ണ് കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. പുലിമുറ്റത്ത് ജ്വാലിക്ക് ഇരുന്ന പെണ്ണാണെന്ന് ഓർമ്മ വേണം. പുലിവാലി പിടിക്കാൻ വേറെ ഒന്നും വേണ്ട. പിന്നെ എടോ പിള്ളേ, ഈ പുലിമുറ്റത്തെ എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്കൊക്കെ മുട്ടുവിറക്കുന്നുണ്ടെങ്കിലേ ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് തന്നെയാണ് ഞാനും. അറിയാലോ, ഈ സണ്ണിയുടെയും അലക്സിയുടെയും അപ്പന്റെ അനിയന്റെ മകൻ എന്ന് വെച്ചാ അവർക്ക് ഞാൻ കൊച്ചച്ഛൻ. ഈ ചെറിയാൻ അല്ല ഞാൻ പറഞ്ഞു. മിണ്ടരുത്. ആ പാവം കൊച്ചന്തോണിച്ചേട്ടൻ വന്ന് സങ്കടം പറയുമ്പോ പള്ളി പോയി പറയാൻ പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ. ഇന്ന് എന്താ ഓട്ടോറിക്ഷയിൽ ഒരു എഴുന്നള്ളിപ്പ്? അതിനും ഒരു സംഖ്യ മുടിപ്പിക്കോ? പോലീസുകാരുടെ പിള്ളേർക്ക് എന്തിനാ സാറേ കാശ്? രാവിലെ ബസ്സിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അവർക്കൊരാഗ്രഹം വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണമെന്ന്. ഞാൻ ആ ജോസിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് വാങ്ങി. തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവന്റെ പേരിൽ പെറ്റി കേസ് 3. പിള്ളേരും ഹാപ്പി. അപ്പൊ നീയും ഹാപ്പി ആയിക്കോ. തന്നെ സാറേ വിശേഷം? ഇന്ന് ശമ്പള ദിവസല്ലേ? ഞാൻ ആ ബാക്കി പിരിവ് കൂടി നടത്തട്ടെ.
ആ സാറന്മാരെ മാസം 1-ാം തീയതിയാണ് ആ പിരിവുകളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നീ നാളെ എന്റെ 100 രൂപ വെച്ചിട്ട് എന്തിനാ ഇത്? എന്റെ പിള്ള സാറേ നമ്മള് തമ്മിലൊരു പിടിവലി എന്നാത്തിനാ എന്താ ഇത്? ഉത്തമോ ഓ മാസം തികയുമ്പോ അനക്കുകൊള്ളാം. എന്നാ സാറേ ഞാൻ പെറുവോ? ഇവിടത്തെ പിരിവ് പോരാഞ്ഞ് ക്വാർട്ടേഴ്സിലത് വേറെ. ഈ പോലീസ് സ്റ്റേഷനിലെ പണിയൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സാറേ? ഇവിടത്തെ പണി പോരാഞ്ഞിട്ട് ക്വാർട്ടേഴ്സിലെ പണി, പിന്നെ നാട്ടിലെ പണി, ഇവിടത്തെ ജീപ്പ് ഓടിക്കണം, പാസ്പോർട്ട് എൻക്വയറിക്ക് പോകണം, പ്രതികളെയും കൊണ്ട് കോടതിയിൽ പോകണം. ഇനി ഏതെങ്കിലും പ്രതികളെ കിട്ടാതെ വന്ന പകരം ഞാൻ ഇതിനകത്ത് കയറി കിടക്കണ്ടേ സാറേ? ഓ അതിനിപ്പോ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല, ട്രെയിനിങ്ങും അതിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ട്രാൻസ്ഫറേ ഇല്ല. റിട്ടയർമെന്റും ഇല്ല സാറേ. സാറൊക്കെ ഒരു 55 കഴിയുമ്പോ തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരിക്കണ്ടേ? ഉത്തമം മരിക്കുന്നവരെ പോലീസാ. നീ താണ്ടാ പോലീസ്. അതെ സാർ, ആയുഷ്കാല പോലീസ്. ആ. സാറേ ഒരു സംശയം കുറെ ദിവസമായിട്ട് ചോദിക്കണം വിചാരിച്ചിരിക്കുക. എന്തൊരു സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഐജിക്ക് കണ്ണില്ലായിരുന്നല്ലേ? ആ? അല്ല ഈ നീളത്തിലോരത്തിന് പോലീസിനെ എടുത്തോണ്ട് ചോദിച്ചാ എടോ അവനെ കണ്ടു പഠിക്കണം. ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടന്ന് മഞ്ചാടിക്കുന്നിന്റെ നിറയില് 5 സെന്റ് മണ്ണും അതിലൊരു പുരത്തറയും അവൻ സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കാത്തിരിക്കാൻ മഞ്ചാടിക്കുരു പോലൊരു പെൺകുട്ടി. കാലക്കി സാറേ. എന്റെ ദൈവമേ. ക്വാർട്ടേഴ്സിലേക്ക് പോവാം. നീ എവിടേക്ക് പോണേ? ക്വാർട്ടേഴ്സിലേക്ക്. അതെ, നിന്റെ ഇവിടുത്തെ റോൾ എന്താണെന്ന് പുള്ളിക്കാരന് പിടികിട്ടിട്ടില്ല, നിന്നെയും പിടിച്ചിട്ടില്ല. എന്നാ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മാറി ഇന്നൂടെ പണ്ടാറം. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു നരസിംഹ മീശയും മട്ടും. അതെ, എന്നെ പിടിച്ചിട്ടില്ലെന്നോ? എന്താ കാര്യം? എന്നാ നമുക്കത് നേരിട്ട് ചോദിക്കാം. മുഖം പൂത്തി ഞാനൊരു എന്തേടോ എന്റെ മുഖത്തൊരു വാട്ടം? അങ്ങോട്ട് പോയ ആവേശം കണ്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോ. ഏയ്, ഒരു SI രാജഗോപാല സാർ ഉണ്ടായിരുന്നില്ലേ? മീശയൊക്കെ പിരിച്ചു വെച്ച് കാക്കിയിട്ട് നെഞ്ചും പിരിച്ച് ലാത്തിയും കറക്കി ഒരു നടപ്പുണ്ടായിരുന്നു. എന്റെ പൊന്നോ, ആന എഴുന്നള്ളിച്ച് വരുന്ന പോലെ ഉണ്ടായിരുന്നു. ബീരാനൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ എന്തേ വന്നപ്പോ എന്തായിരുന്നു പുകില്? ഉത്തമനെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു. പിന്നെ നമ്മുടെ അടവുകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് പയറ്റി കഴിഞ്ഞപ്പോ പിന്നെ എന്തായി? ഉണ്ണാൻ ഉത്തമൻ, ഉറങ്ങാൻ ഉത്തമൻ, തിരിയാൻ ഉത്തമൻ, എന്തിനിപ്പൊ എടുക്കാൻ വരെ ഉത്തമൻ വേണമായിരുന്നു. പിന്നെ ഈ തോളത്ത് കൈയിട്ടുണ്ടല്ലോ ഈ അങ്ങാടിക്കൂടുള്ള നടത്തം വരെ. ഇത് ചെറുപ്പത്തിന്റെയാ? അല്ല, എന്നോട് വല്ലതും പറഞ്ഞാ? ഇല്ല, അതല്ലേ അങ്ങേരുടെ വിവരക്കേട്. ഒരു സാമാന്യ മര്യാദയ്ക്ക് ആരാ എന്നൊന്ന് ചോദിക്കുക. സാർ ഞാൻ ഉത്തമൻ എന്ന് ഞാനൊന്ന് പറയുക, അതല്ലേ എന്റെ ഒരു ശരി. ഇതൊരുമാതിരി റെയില് വിഴുങ്ങിയ പോലെ. നിങ്ങൾ കണ്ടോ ബീരാനക്ക? തുമ്പിയെ പിടിക്കുന്ന പോലെ ദാ ഇങ്ങനെ മെല്ലെ പുഷ്പം പോലെ പിടിച്ച് അതിന്റെ കുഞ്ഞു വാലൊരു നൂലും കെട്ടി ഇതിങ്ങനെയാണ് വിട്ട തുള്ളിക്കില്ലേ ഉത്തമൻ? ആളൊരു ശൂരനാന്ന് കേട്ട്. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. ആളെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്രേ ഉള്ളൂ. ആ വീഴ്ത്താമോ നീ ഉത്തമനൊന്ന് നോക്കട്ടെ. ആ ബിരിയാണിക, ഒരു സ്പെഷ്യൽ ചായ, ഒരു സ്പെഷ്യൽ കാപ്പി, രണ്ടും വിത്തൗട്ട് ആയിക്കോട്ടെ. പഞ്ചസാര സെപ്പറേറ്റ് പൊതിഞ്ഞെടുത്തോ. പിന്നെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം, ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം. അമ്മയ്ക്ക് നാരങ്ങ വെള്ളം തന്നെ ആയിക്കോട്ടെ. കുളം എത്ര കണ്ടതാ? എത്ര കുളം കണ്ടതാ? പെട്ടെന്ന് എടുത്തോ. ഈ ക്വാർട്ടേഴ്സ് ഒക്കെ എന്താ ഇങ്ങനെ? അറ്റകുറ്റപ്പണികൾ ഒരുപാടുണ്ട്. നിങ്ങൾ തന്നെ താമസിക്കുന്ന സ്ഥലമല്ലേ? ഒരു റിക്വസ്റ്റ് എഴുതി അറിയിച്ചിട്ട് ആ സമയം വെറുതെ കളയാന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല. സുഹൃത്തിന്റെ വീട്ടില് കല്യാണത്തിന് പോണ മന്ത്രിക്ക് നടു റോട്ടില് പൊരി വെയിലത്ത് കാവൽ നിൽക്കുന്നത് മുതൽ രാഷ്ട്രീയക്കാര് തമ്മിൽ പക പോക്കാനും വെടിവെക്കാനും വരെ പോലീസ് വേണം. ആരെന്തൊക്കെ ചെയ്താലും നാട്ടുകാരുടെ ആട്ടും തുപ്പൊക്കെ പോലീസിന് തന്നെ. നമ്മുടെ കാര്യം നോക്കാൻ ആരുമില്ല. അങ്ങനെയൊന്നുമല്ല. മുറിബീടി, മുറി ട്രൗസറും ഉത്സവപ്പറമ്പിലെ നാടകങ്ങളിലെ കോമാളി വേഷമൊക്കെ പണ്ട്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. സാർ ചായ വിത്തൗട്ടാ. ഷുഗർ കരുതിയിട്ടുണ്ട്. മധുരത്തിന്റെ അളവറിഞ്ഞൂടല്ലോ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അധികം മധുരം കഴിക്കാതിരിക്കുന്ന നല്ലത്. ഒരൊറ്റ പ്രാവശ്യം പിടികിട്ടിയാൽ മതി, പിന്നെ പിടിച്ചോളാം. ചായയാണോ കാപ്പിയാണോ, കടുപ്പം കൂടുതലാണോ കുറവാണോ, എത്ര മധുരം? എനിക്ക് ചായ വേണ്ടെങ്കിലോ? വെള്ളമുണ്ട്, ചൂടാണോ തണുപ്പാണോ, രണ്ടും കരുതിയിട്ടുണ്ട്. പഞ്ചസാരയാ പൊതിക്കാൻ. ആളൊരു ശൂരനാണെന്ന് കേട്ടു. ആരാ? എല്ലാരും. അതല്ല, നമ്മളാരാ? ഉത്തമൻ. ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുപ്പം മുതലേ ചെറുപ്പം തൊട്ട് ഒരാളാവുമ്പോൾ ചെറുപ്പത്തിലും വരുന്നതാണല്ലോ ഉത്തമൻ. ഉത്തമൻ തന്നെയാണല്ലോ ഉത്തമനല്ലേ? അത് ശരി. അപ്പൊ നാട്ടുകാരെ സേവിക്കാൻ പോലീസ്, പോലീസിനെ സേവിക്കാൻ ഒരു ഉത്തമൻ. കറക്റ്റ്. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. സുഹൃത്തെ, എന്താ നിന്റെ പ്ലാൻ? അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? നാട്ടുകാരെ സേവിക്കാൻ പോലീസ്, പോലീസിനെ സേവിക്കാൻ ഞാൻ ഉത്തമൻ. മതിലിൽ ഉത്തമൻ ചേട്ടന്റെ തല.
എടാ ഉത്തമേട്ടന്റെ തല മാത്രമല്ല ബാക്കി മതിലിന്റെ അപ്പുറത്ത് കാണും. ആർക്കറിയാം ആ എസ് ചെറുത്താൻ പാവത്തിന്റെ തലയും വെട്ടി മതിലിന്റെ മുകളിൽ വെച്ചാണെന്ന്. അല്ല ജീവനുണ്ട് ദേ ചിരിക്കണോ. പാമ്പാവോ? വേണ്ട പോയിക്കോ. ഞാൻ പോവില്ല. അകത്തുണ്ടെന്ന് പോ. ഞാൻ അങ്ങോട്ട് വരും. പോവാൻ ചീർപ്പവിടെയാണ്. ഉത്തമ സുഖാണോ? സുഖാണോന്ന്? ഇത്തിരി സുഖക്കുറവുണ്ടോ നീ? ഇവനെന്ത് പറ്റി? ഉത്തമോ പോലീസുകാർ ഞെട്ടിക്കും അല്ലേ? പക്ഷെ ഇപ്പൊ ഞെട്ടിയത് നീ ആയിപ്പോയി. അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞല്ലേ? ആ പറഞ്ഞു. പിന്നെന്താ സ്റ്റേഷന് മുമ്പിൽ കിടന്ന ഒരു തെക്ക് വടക്ക്? ഉത്തമനെ സ്റ്റേഷനിൽ തിരിച്ചു കയറിയാ കൊള്ളുന്നുണ്ട്. അത് നിന്റെ പെട്ടതല തല്ലി പൊളിച്ചിട്ടാക്കരുത്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? തമാശയാവാം, പക്ഷെ അത് അമ്മയ്ക്ക് വായുളി കുറയ്ക്കുന്ന സമയത്ത് പറയാനുള്ളതല്ല. ഉത്തമ എന്തരാണടേ നീ ആളുകളൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയ? എന്തേന് പോലീസുകാരെ ചീത്ത വിളിക്കുന്ന കേൾക്കണോ? ചെല്ലുന്നിടത്ത് നിന്ന് പോവാ ചില നമ്പറുകൾ പോലീസുകാരന്മാരെ പതിവാണ്. എസ് ഐ സാറിന്റെ കാര്യം നീ അങ്ങനെ എടുത്താൽ മതി. ആണോ? എന്നാ നിന്ന് പോകുന്നിടത്ത് നിലനിന്ന് പോനെ ഉത്തമനിന് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഇനി അങ്ങോട്ടുള്ള എന്റെ കാര്യമൊക്കെ അങ്ങനെ എടുത്താൽ മതി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്നല്ലേ സാറ് പറഞ്ഞുള്ളൂ. ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാം, കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കാം, കുട്ടിക്ക് ചോറ് കൊടുക്കാം, കുട്ടികളെ ചന്തി കഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇവരൊക്കെ പഠിച്ച എസ് ഐയും എസ് പിയും ഐ ജി ഒക്കെ ആയിട്ട് എന്നെ നാട്ടിൽ തന്നെ തല്ലി ഓടിക്കാൻ. അങ്ങനെ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയും വേണ്ട, ക്വാർട്ടേഴ്സിൽ ആരോട്ട് പെടുക്കുകയും വേണ്ട. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബോംബ് കേട്ടോ? ബോംബ്, നാടൻ ബോംബ്, ബെൽറ്റ് ബോംബ്, കുഴി ബോംബ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരെണ്ണം മേടിച്ചിട്ട് ആരെയും കെട്ടി ഞാൻ എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുനിഞ്ഞൊന്ന് വന്നിക്കും. അപ്പൊ കാണാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത സ്റ്റേഷനിൽ ഒരു പുല്ലുകളും ജീവിക്കണ്ട. സ്റ്റേഷൻ പോലെ ഇവിടെ കാണില്ല പറഞ്ഞേക്കാം ഞാൻ. എന്റെ ഹീറോപ്പനാവാ നീ കയ്യിൽ നിന്ന് പോയാടേ. എന്താണോ പിള്ളേ? അല്ല ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞിട്ടിരിക്കായിരുന്നു. പേടിപ്പിക്കല്ലേ? കർത്താവേ, എന്താ ആ പെണ്ണ് വരുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്. കണ്ടു ചേച്ചി, ഞങ്ങൾക്കൊരു ആപത്ത് വന്നപ്പോ ആരുമില്ല. ഇത്രയും കാലം നിങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നോക്കി നടത്തി ഇവിടെ കഴിഞ്ഞതല്ല ഉത്തമേട്ടെ. ഇപ്പൊ ഇത് നടു റോട്ടില് ആർക്കും ഒരു ദണ്ണുമില്ല. എല്ലാവരും കൂടെ എന്റെ ഉത്തമേട്ടനെ പിരിച്ചുവിട്ടു അല്ലേ? പിരിച്ചുവിടാൻ അവനെ ആരും ഇവിടെ പോലീസ് എടുത്തിട്ടില്ലല്ലോ. ഒരുത്തൻ ചെറുപ്പത്തിലെ ഇവിടെ കയറി വന്ന് സ്ഥിരതാമസാക്കുക, വേറെ ആൾ ഇതിന്റെ ഇടയിൽ ചാടി കയറി വന്നിട്ട് അവനോട് പൊയ്ക്കോളാൻ പറയാ. കണ്ണി കണ്ടവര് മുഴുവൻ അതും പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് എന്നെ വെക്കിട്ട് കയറുക. മോളെ മഞ്ചാടിക്കുരു, ദണ്ണ ഇല്ലാഞ്ഞിട്ടോ നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഇല്ലാഞ്ഞിട്ടോ അല്ല. എസ് ഐ അങ്ങനെ പറഞ്ഞാ പിന്നെ ഞങ്ങളൊക്കെ എന്താ ചെയ്യാ? മോളെ അകത്തേക്ക് കയറി വാ. എല്ലാറ്റിനും കർത്താവ് ഒരു വഴി കാണിച്ചു തരും. ഉള്ള വഴി മുട്ടിയില്ലേ? ഒരു തറ അവിടെ കെട്ടിയിട്ടിരിക്കുക. അതിന്റെ പുറത്ത് 4 കാല് കെട്ടിയിട്ടായാലും ഓല മെഞ്ഞിട്ടായാലും അത് നാക്കിയെടുക്കാൻ ഉത്തമേട്ടൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ദുരിതം വന്ന് കയറുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എസ് ഐ വരണു എന്ന് പറഞ്ഞ എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു. വന്നപ്പോഴോ പാവപ്പെട്ടവന്റെ കഞ്ഞിന് മണ്ണിടാൻ ഒരു ലോറി മണ്ണായിട്ടാ വന്നത്. നീ വീട്ടിലേക്ക് പോയിക്കോ. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒക്കെ ശരിയാവും. നേരെ ആവണം. ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും ആ പൊരത്തരം വെക്കരുത് ചാവും. എന്നിട്ട് നിങ്ങളാ കൊന്നതെന്ന് എഴുതി വെക്കും. അവിടെ നിൽക്ക്. അങ്ങനെ എഴുതി വെക്കുമ്പോ എന്നെ ഒഴിവാക്കി ഈ പാവപ്പെട്ടവരുടെ പേര് മാത്രം എഴുതിയാ മതി. എന്തൊരു ഇരിപ്പാണ്ടായത്. ഇത് അൻ്റെമ്പാടെ വീടാ. വല്ലാത്തൊരു വാസി തന്നെ. കേറി കിടക്കാൻ പറഞ്ഞാലോട്ടെ കിടക്കൂല്ലാന്ന് വെച്ചാല്. പറഞ്ഞാ കേൾക്കാത്തൊരു അന്തിപ്പട്ടിണിയും കിടന്ന് അങ്ങാടിയിൽ നടക്കട്ടെ തെക്ക് പടക്ക്. ഓടി പോടി, നീ നിന്റെ പണി നോക്കി പോടി. എന്റെ അല്ലോ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അതിനിപ്പോ ഞാൻ മനുഷ്യനല്ല. അപ്പൊ ഞങ്ങളൊക്കെയോ? പോലീസുകാർ പണ്ടേ മനുഷ്യന്മാരല്ലോ. അത് നീ തന്നെ പറയണം. ഉണ്ടതും ഉടുത്തതും ഉറങ്ങിയതും ഒക്കെ പോലീസ് സ്റ്റേഷനില്. നിന്നെ ഇത്രയാക്കി വളർത്തിയതും പോലീസുകാർ. എന്നിട്ടും അവരോട് തന്നെ വിരോധം. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. കാര്യം പറഞ്ഞാ ഇപ്പൊ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം.
ഞാനൊരു തമാശ പറയട്ടെ. അതെ, ഊണും കഴിഞ്ഞ് ഏമ്പക്കുമിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങാടിയിൽ വന്ന് തമാശ പറഞ്ഞിട്ട് പോവാം. എന്റെ ജീവിതം കൊണ്ടാണല്ലോ നിങ്ങൾ പോലീസുകാർക്ക് തമാശ. ഞാൻ പറയാൻ പോണ തമാശ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ കേക്ക്. നിന്നെ തിരിച്ചെടുത്തു എന്ന് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. എന്നാ അതിന് അവകാശമുള്ള ഒരാളുണ്ട്. SI സാറിന്റെ അമ്മ. ഞാൻ അവരെ കണ്ടു. നല്ല ഒന്നാന്തരം ഒറ്റപ്പാലത്തുകാരി, കൃഷ്ണഭക്തയായ ഒരു മേനോൻ സ്ത്രീ. അവര് പറഞ്ഞ മോൻ തട്ടില്ല, പക്ഷെ പറയിപ്പിക്കേണ്ട പണി നിന്റെ. കൊല്ലാൻ വരുന്ന കൊമ്പനെ വായിലെ നാവ് കൊണ്ട് തളയ്ക്കാൻ കഴിവുള്ള നിനക്ക് ഞാൻ പുതിയ നമ്പറുകൾ പറഞ്ഞു തരണം എന്റെ ഉത്തമ. നീ അവിടെ ചെന്ന് ഉള്ള സത്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയാ. മണി പോലെ കാര്യങ്ങൾ നടക്കും കുട്ടാ.